Hi dear friends, welcome to Dilras Vlog. അങ്ങനെ ഞങ്ങൾ അഞ്ചുതെങ്ങ് ഫോർട്ട്, അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു ഫോർട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് കാണാം. നോക്കി, അഞ്ചുതെങ്ങ് പോകുന്ന വഴിക്ക് മുതലപ്പൊഴി ഒരു ബീച്ചുണ്ട്. അപ്പോൾ പറ്റി നമ്മൾ അവിടെയും കൂടി കയറാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ അഞ്ചുതെങ്ങ് ഫോർട്ടിൽ പോകാനാണ്. ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽറാസ് വ്ലോഗ്. ആണ് ഞങ്ങൾ അഞ്ചുതെങ്ങ് ഫോർട്ട് അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ രാജ്ഞിയിൽ നിന്ന് ഈ അഞ്ചുതെങ്ങ് കോട്ട കെട്ടാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ 1695 അത് പൂർത്തിയാക്കിയിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ ഫ്രഞ്ചുകാരൻ്റെ കുത്തകയായിരുന്നു ഇവിടെ. അപ്പോൾ അവർ ഫ്രഞ്ചുകാരൻ്റെ കുത്തക അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഈ കോട്ട പണിതത്. അതുപോലെ തന്നെ ഹൈദരാലിയുമായിട്ടുള്ള യുദ്ധത്തിലെ വെടിക്കോപ്പുകളും മറ്റും സൂക്ഷിച്ചതായത് ബ്രിട്ടീഷുകാർ ഇവിടെ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഫോർട്ടിൻ്റെ ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് കാണാം. നോക്കി, അപ്പോൾ ഈ ഫോർട്ടിന് 4 കൊത്തളങ്ങളാണ് ഉള്ളത്. 2 കടലിനെ ഫേസ് ചെയ്തിട്ടും 2 കരയ്ക്ക് ഫേസ് ചെയ്തിട്ടും. ഇതാണ് കടലിനെ ഫേസ് ചെയ്തിട്ടുള്ള കൊത്തളങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഇവിടെയുണ്ട്. കടലിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, അപ്പുറത്ത് 2 കരയിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്ലറയിൽ അഞ്ചുതെങ്ങിൽ കമാൻഡറായ ജോൺ ബാബോണിൻ്റെ പത്നി ഡിബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കല്ലറ കൂടെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പുരാതന വസ്തു സംരക്ഷിത സ്മാരകമാണ് കേട്ടോ.
രണ്ടാമത്തെ കൊത്തളം കേട്ടോ. അതായത് കരയെ ഫേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കുളം. ഇനി നമ്മൾ കടലിനെ ഫേസ് ചെയ്ത് കാണുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ടിക്കറ്റ് ഇല്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ കയറി കാണാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു പുരാതന വസ്തു സംരക്ഷണ ഇതായതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്. നല്ല ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോർട്ടിൻ്റെ ഫ്രണ്ട് മേളിൽ കയറുന്നത് നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടും, കടലിൽ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഒരുപക്ഷെ ഇത് അവൻ്റെ ഒരു ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കടൽ കാണാം. ഫോർട്ട് കണ്ട് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങളുടെ ചാനൽ കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.